നമ്മൾ പാർലമെന്റിലേക്ക് പോവുകയാണ്. വന്യജീവി ആക്രമണത്തിൽ UDF എംപിമാർ പാർലമെന്റിന് മുന്നിൽ പ്രതിഷേധിക്കുന്നു. ജനങ്ങളുടെ ആശങ്ക അകറ്റണമെന്ന് പ്രിയങ്ക ഗാന്ധി പറഞ്ഞു. Seven people have been killed by wild animals in Wailan, and it's a very, very worrisome situation. And central government, state government have to send funds to mitigate this problem. Because when I spoke to the local level people, they're trying their best, but they don't have enough funds. So it's a very, very worrisome situation, and they urgently need help. In fact, അർജുൻ പീതാംബരൻ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അർജുൻ, ഏതായാലും ഭേദഗതിക്ക് കേന്ദ്ര തീരുമാനമില്ല എന്ന കാര്യത്തിൽ വ്യക്തത വരുത്തിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് തുടരെ വന്യജീവി സംഘർഷങ്ങളിൽ ജീവൻ നഷ്ടപ്പെടുന്ന കാഴ്ച കേരളത്തിൽ ഉണ്ടാവുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ എംപിമാരുടെ പ്രതിഷേധം ഉണ്ടാകുന്നത്. പ്രിയങ്ക ഗാന്ധിയുടെ പ്രതികരണം എന്താണ്? പ്രതിഷേധം എങ്ങനെ? രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും നേതൃത്വത്തിലാണ് ഇപ്പോൾ ഈ പ്രതിഷേധം പാർലമെന്റ് കവാടത്തിന് മുന്നിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രധാനമായിട്ടും തീരദേശ മേഖലയിലുള്ളവരും അതുപോലെ തന്നെ വനമേഖലയോട് ചേർന്നുള്ളവരുടെയും ജീവിതത്തിന് സുരക്ഷ നൽകണമെന്നുള്ള കാര്യം ആവശ്യപ്പെട്ടുകൊണ്ടാണ് UDF എംപിമാരുടെ രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും നേതൃത്വത്തിൽ ഈ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുന്നത്. പാർലമെന്റിനകത്ത് സഭയ്ക്കകത്തും വിഷയം ഉന്നയിക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനത്തിലേക്ക് UDF എംപിമാർ എത്തിയിരിക്കുന്നു. ഒരു അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയിട്ടുണ്ട്. കേന്ദ്രം ഇതിൽ തക്കതായിട്ടുള്ള ഇടപെടൽ നടത്തണം. അടിയന്തരമായി കേന്ദ്ര സർക്കാർ ഇടപെടണം. കേരളം ആവശ്യപ്പെട്ടുള്ള പ്രത്യേക തുകയുണ്ട് 620 കോടി രൂപ. പക്ഷേ അത് നേരത്തെ കേന്ദ്രത്തിനോട് ഈ ആവശ്യം ഉന്നയിച്ച സമയത്ത് കേന്ദ്രം നിരസിച്ചു. കേരളം ഈ സാമ്പത്തിക വർഷം സമർപ്പിച്ച സ്കീം അനുസരിച്ചുള്ള 11 കോടി രൂപ മാത്രമായിരുന്നു നൽകിയത്. പക്ഷേ ഈ 620 കോടി രൂപ കൂടി വിട്ടു നൽകണമെന്നുള്ള ആവശ്യം, അത് വിട്ടു നൽകാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ ആരംഭിക്കണമെന്ന കാര്യം ആവശ്യപ്പെട്ടുകൂടിയാണ് ഇപ്പോൾ ഈ പ്രതിഷേധവും അതുപോലെ തന്നെ ഈ വിഷയം സഭയ്ക്കകത്തും ഉന്നയിക്കാൻ പോകുന്നത്. പ്രിയങ്ക ഗാന്ധി വ്യക്തമാക്കുന്ന കാര്യം ഈ ആളുകളുടെ ആശങ്ക ഒഴിവാക്കണമെന്നുള്ളതാണ്. അതേസമയം തന്നെ നമുക്ക് മാതൃഭൂമി ന്യൂസിന് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവിൻ്റെയും ഒരു പ്രതികരണം ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹം കേരളത്തിനെതിരെ, സംസ്ഥാന സർക്കാരിനെതിരെ വിമർശനം ഉന്നയിക്കുകയാണ് ഈ ഒരു ഘട്ടത്തിൽ. പ്രത്യേകിച്ചും സർക്കാർ യാതൊരു നടപടികളും കൈക്കൊള്ളുന്നില്ല. സർക്കാരിൻ്റെ മേലിൽ നിക്ഷിപ്തമായിട്ടുള്ള അധികാരങ്ങൾ പോലും ഉപയോഗിക്കാൻ കേരള സർക്കാർ തയ്യാറാകുന്നില്ല എന്നുള്ള തരത്തിൽ വിമർശനം ഉന്നയിച്ച് കേരളത്തിനെതിരെ സംസാരിക്കുകയാണ് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവ്. അതേസമയം തന്നെയാണ് ഈ ആവശ്യങ്ങൾ ഉന്നയിച്ച് പ്രധാനമായിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, കേരളം ആവശ്യപ്പെട്ട 620 കോടി രൂപയുടെ പാക്കേജ് അത് നൽകണം. ആളുകളെ പുനരധിവസിപ്പിക്കാനും കേരളത്തെ പഴിച്ചുകൊണ്ടുള്ള പരിസ്ഥിതി മന്ത്രിയുടെ, അതായത് കേരളത്തിന്റെ ബാധ്യതയാണിത്, കേരളത്തിന് റോളുണ്ട്, ആ റോൾ നിർവഹിച്ചില്ല എന്ന മന്ത്രി എന്തൊക്കെ പരാമർശങ്ങൾ നടത്തി, ഏതൊക്കെ സാഹചര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് വിമർശനമായി ഉന്നയിച്ചത്? പ്രധാനമായിട്ടും കേരളം എടുക്കുന്ന അല്ലെങ്കിൽ കൈക്കൊള്ളുന്ന നടപടികളെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം വന്നിരിക്കുന്നത്. അതായത് കേരളം വേണ്ട നടപടികൾ, ഈ മനുഷ്യ വന്യജീവി സംഘർഷത്തെ ഒഴിവാക്കാൻ വേണ്ടി അല്ലെങ്കിൽ കൂടുതൽ സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടിയിട്ടും ഈ മുന്നറിയിപ്പ് സംവിധാനങ്ങൾ കൃത്യമായിട്ടും ഒരുക്കാൻ വേണ്ടിയിട്ടും അത്തരം നടപടികൾ കൈക്കൊള്ളാൻ വേണ്ടിയിട്ടും കേരളം നടപടികൾ എടുക്കുന്നില്ല. കേരളത്തിൻ്റെ കയ്യിൽ തന്നെ നിക്ഷിപ്തമായിട്ടുള്ള ഒരുപാട് നടപടികളുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ പോലും കൃത്യമായിട്ടൊരു നടപടിയോ ഉപയോഗമോ ഒന്നും തന്നെ എടുക്കാനോ അല്ലെങ്കിൽ അതുമായി മുന്നോട്ട് പോകാനോ കേരളത്തിന് സാധിക്കുന്നില്ല. മറിച്ച് കേന്ദ്രത്തെ പഴിക്കുകയാണ് സാധാരണ രീതിയിൽ പതിവ്, അല്ലെങ്കിൽ കേന്ദ്രത്തിനെ പഴിച്ചുകൊണ്ടാണ് എപ്പോഴും വിമർശനങ്ങൾ ഉന്നയിക്കുന്നത് എന്നുള്ള കാര്യം അല്ലെങ്കിൽ ആ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു കേന്ദ്ര വനം പരിസ്ഥിതി വകുപ്പ് മന്ത്രിയായിട്ടുള്ള ഭൂപേന്ദ്ര യാദവിൻ്റെ പ്രതികരണം വന്നിരിക്കുന്നത്. നേരത്തെ അദ്ദേഹത്തിന് മുന്നിലേക്കാണ് ഈ 620 കോടിയുടെ പ്രത്യേക പാക്കേജ് കേരളം ആവശ്യമായിട്ട് ഉന്നയിച്ചിരിക്കുന്നത്. ഈ വനമേഖലയിലുള്ള എല്ലാം തന്നെ താമസിക്കുന്ന ആളുകളെ ഒരു സുരക്ഷിത സ്ഥലത്തേക്ക് പുനരധിവസിപ്പിക്കാൻ വേണ്ടിയിട്ട് അടക്കമുള്ള കാര്യങ്ങളായിരുന്നു ആവശ്യപ്പെട്ടത്. പക്ഷേ ആ പണം നിരസിച്ചു. മറിച്ച് ഈ കേരളം ആവശ്യപ്പെട്ട സ്കീം പ്രകാരം ഈ 2024-25 സാമ്പത്തിക വർഷത്തെ ഒരു 11 കോടി രൂപ മാത്രമായിരുന്നു നൽകിയത്. ഇതിനെതിരെ അടക്കം ഈ UDF എംപിമാർ വ്യക്തമായിട്ടുള്ള പ്രതിഷേധം അറിയിച്ചിരുന്നു. ഈ 620 കോടി രൂപ വിട്ടു നൽകണം, അല്ലെങ്കിൽ അത് നൽകാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ കൈക്കൊള്ളണം എന്നുള്ള കാര്യം കൂടിയാണ് സഭയ്ക്കകത്തും അടിയന്തര പ്രോജക്ട് ടൈഗർ, പ്രോജക്ട് എലിഫന്റ് തുടങ്ങിയ പദ്ധതികളിലൂടെ കേന്ദ്രം പണം നൽകുന്നുണ്ട്. അത് ഫെൻസിംഗ് അടക്കമുള്ള, അടിക്കാട് വെട്ടുന്ന അടക്കമുള്ള കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കണം എന്നുള്ളതാണ്. ഈ 11ാം വകുപ്പ് പ്രകാരം വന്യജീവി സംഘർഷം തടയേണ്ട ഉത്തരവാദിത്തം കേരളത്തിൽ നിക്ഷിപ്തമാണ് എന്നുള്ളതാണ്. ഈ കഴിഞ്ഞ ദിവസം ഹാരിസ് ബീരാനുള്ള മറുപടിയിലും കേന്ദ്രമായ നിലപാട് വ്യക്തമാക്കിയതാണ്. നേരത്തെ പ്രിയങ്ക ഗാന്ധിയോടും സമാനമായ മറുപടി നൽകിയതാണ്. എന്തായാലും കേരളത്തിന്റെ ഉത്തരവാദിത്തമാണെന്ന് ആവർത്തിക്കുകയാണ് കേന്ദ്രം.